ഹായ്, നമസ്കാരം. മലൈക്കോട്ട വാലിബന് കിട്ടുന്ന നെഗറ്റീവ് റിവ്യൂസ് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ഇമോഷണലും ഉണ്ട്, കൂടെ കുറച്ച് ദേഷ്യം, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമുക്കറിയാൻ പറ്റും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഇമോഷണലി ഈ സിനിമയുടെ ആ ഒരു പരാജയം അല്ലെങ്കിൽ ആ നെഗറ്റീവ് കിട്ടുന്ന റിവ്യൂസ് അദ്ദേഹത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ പടം തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ സിനിമ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ പടം എടുത്തു വെച്ചിരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടം എന്ന രീതിയിൽ ആ പടം ഓക്കെ ആകാം. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് വരുമ്പോൾ നമുക്കൊരു തൃപ്തി ആ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പലർക്കും ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. സാധാരണ ഒരു പടം ചിലപ്പം വിജയിക്കാം, ചിലപ്പം പരാജയപ്പെടാം. ഈവൻ വലിയ ബഡ്ജറ്റോടുകൂടി വരുന്ന പടം, സ്പെഷ്യലി പറയുവാണെങ്കിൽ മരക്കാർ, അത് ദയനീയമായ പരാജയമായിരുന്നു. ഭയങ്കര രീതിയിൽ എന്താ പറയുക, ട്രോളും നെഗറ്റീവ് റിവ്യൂ എല്ലാം കേട്ട ഒരു പടം. ഒരു പോസിറ്റീവ് റിവ്യൂ പോലും ഈ സിനിമയിൽ, അതായത് മരക്കാർ എന്ന സിനിമയിൽ കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും പ്രിയദർശൻ ഇതുപോലെ വന്ന് ഇമോഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. അതും പ്രത്യേകിച്ച് ഈ ചിത്രത്തിൻ്റെ ഒരു പരാജയത്തെ ഉൾക്കൊള്ളാൻ ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് പറ്റുന്നില്ല. അദ്ദേഹം തന്നെ ഒരുപാട് പ്രതീക്ഷിച്ച് കാണും ഈ സിനിമ ഒരുപാട് ഹിറ്റാകുമെന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെ ലാലേട്ടനെ കുറിച്ചും ഈ സിനിമയെക്കുറിച്ചും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൽ എൻ്റെ അഭിപ്രായം കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഈ ലാലേട്ടനെ നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലാലേട്ടൻ ചെയ്യുന്നതായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, വളരെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ്, ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള്, അയാളുടെ കളി പറയുന്ന എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് പീസ്, ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പുള്ളിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉള്ളൊരു തോന്നലല്ല അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ, രൂപത്തിൽ മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത്. നമ്മൾ മിസ് ചെയ്യുന്ന ലാലേട്ടനെ ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് പഴയ കുറച്ച് പടങ്ങൾ അല്ലെങ്കിൽ കണ്ടിട്ടാണല്ലോ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത്. ആ രീതിയിൽ ഒരു കഥാപാത്രമായിട്ടൊന്നും ഇതിനെയൊന്ന് കമ്പയർ ചെയ്യാൻ ലിജോ പല്ലിശ്ശേരിക്ക് തോന്നി. എന്നാൽ പഴയ ഒരു ലാലേട്ടനെ തിരിച്ച് കിട്ടിയിട്ടുമില്ല. ഇപ്പം അതിനകത്ത് പ്രണയ സീൻ എല്ലാം ഒന്ന് ഒക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പ്രണയമായാലും ഈ പറയുന്ന കളിപറച്ചിലും കാര്യങ്ങളും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് വളരെ സെക്കൻഡുകൾ മാത്രമാണെങ്കിൽ ഒരു മിനിറ്റിന് താഴെയുള്ള ചില സീനുകൾ. മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന രീതിയിലാണ് എൻ്റെ ടൈറ്റിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയില്ല മലയാളത്തിൻ്റെ മോഹൻലാൽ സിനിമയായിട്ട് തോന്നിയില്ല. ഇത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മോഹൻലാൽ സിനിമ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. മലയാളത്തിൻ്റെ മോഹൻലാൽ സിനിമയല്ല ഇത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളത്തിൻ്റെ മോഹൻലാൽ സിനിമ ഇങ്ങനല്ല. പ്രത്യേകിച്ച് ലാലേട്ടനെ ഇതിനകത്ത് അത്യാവശ്യം ചെയ്യാൻ പറ്റിയ ചെറിയ റോൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനെ ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു യോദ്ധാവാണ് നായകൻ എന്നുള്ളത് കൊണ്ടോ ഒരു ഭയങ്കര ക്യാരക്ടറായി മാറാൻ സാധ്യതയില്ല. കാരണം നമുക്ക് ഒരു തൃപ്തി തരാത്ത ഒരു ലാലേട്ടൻ ക്യാരക്ടർ തന്നെയാണ് അത്. ലാലേട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ആ സിനിമയിൽ ലിജോ ജോസ് പല്ലിശ്ശേരി അത്രേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലും രൂപത്തിലുള്ള ലാലേട്ടനെ അല്ല ആ സിനിമയിൽ ഇത് ലിജോ ജോസ് പല്ലിശ്ശേരി ചിലപ്പോൾ ആഗ്രഹിക്കുന്ന രൂപത്തിലും അല്ലെങ്കിൽ ഭാവത്തിലും ആ രീതിയിലായിരിക്കാം. പക്ഷെ പ്രേക്ഷകർ, പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസ് എന്നൊക്കെ ഉദ്ദേശിച്ചു, അവരൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലാലേട്ടനെ അല്ല ലിജോ ജോസ് പല്ലിശ്ശേരി ആഗ്രഹിക്കുന്ന ടൈപ്പുള്ള ഒരു ലാലേട്ടൻ സിനിമ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന് വലിയ പെർഫോമൻസ് ചെയ്യാൻ, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുണ്ടെന്നാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത്. എവിടെ എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട്? എനിക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. നല്ല നാടകീയതമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, ഒരു നാടകം പോലാണല്ലോ സിനിമ. അതുകൊണ്ട് ലാലേട്ടനെ ഒരു എക്സ്ട്രാ ഓർഡിനറി അഭിനയമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നൻപകൽ ആ സിനിമയിൽ ഒരു മമ്മൂക്കയെ എങ്ങനെ കൊണ്ടുവരാമോ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും മമ്മൂക്ക ഫാൻ എന്ന നിലയിലും ഒക്കെ നമുക്ക് തൃപ്തിപ്പെടുത്തും. കാരണം അത് വലിയ ഹിറ്റായില്ല. പക്ഷേ ഒരു നടൻ എന്ന നിലയിൽ നല്ല രീതിയിൽ മമ്മൂക്കയെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ നൻപകർ, നേരത്ത്, മയക്കം സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ മലൈക്കോട്ട വാലിബന് വന്നപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് വേറൊരു കഥയെ
നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയ്ക്കുള്ളിലോട്ട് കുത്തിക്കയറ്റുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നമ്മൾ നരസിംഹം അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത് എങ്ങനെ ഇരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതുപോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്, അവരെ താഴ്ത്തി കിട്ടിയ രീതിയിലോ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്, എക്സാമ്പിൾ പോലെ പറഞ്ഞാണ്. ആ രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇമോഷണലായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാക്കി കുറച്ചും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഈ അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസിൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായ കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കിത്. അപ്പോൾ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തിൽ എനിക്ക് തോന്നി. അതിയായി സന്തോഷിക്കാത്തതും അതിയായി ദുഃഖിക്കാത്തതുമായിട്ടുള്ള ലിജോ ഇപ്പോൾ വന്ന് ഈ ഒരു പ്രസ് മീറ്റ് കൊടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ അതിയായി ദുഃഖിച്ചതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയിൽ അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു, പിന്നെ പുള്ളിക്കാനെ തോന്നിക്കാണ് ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ പോസിറ്റീവ് റിവ്യൂസൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്കിങ്ങനെ ഷോക്കിംഗ് ആയിട്ട് നമ്മളിപ്പം ആ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി ആയാലും ഏതൊരു സംവിധായകനായാലും ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കാവൂ എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. എന്തും പ്രതീക്ഷിക്കാം. ചിലപ്പം സംവിധായകൻ ഇത് പൊളിയും എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരു സിനിമയൊക്കെ എടുത്ത് തട്ടിക്കൂട്ടി വെച്ച് ചിലപ്പോൾ പ്രേക്ഷകന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു വേറെ ലെവലായിപ്പോയില്ലേ. അതുകൊണ്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു പ്രേക്ഷകർ ഏത് കാര്യമാണ് എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടാലേ ആ സിനിമ സക്സസ് ആവത്തുള്ളൂ. അല്ലാതെ ഒരു സംവിധായകൻ ഉണ്ടായിട്ട് ഏത് സംവിധായകനും ആ സിനിമ കിടുവാണ്. അങ്ങനെ ഒരു സംവിധായകൻ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല, വളരെ കുറച്ച് ചില സിനിമകളൊക്കെ കരുതുള്ളൂ. കൂടുതൽ പേരും അവർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ആ പ്രൊഡക്റ്റ് കിടുവാന്നേ പറയത്തുള്ളൂ, അവർക്ക് തോന്നത്തുള്ളൂ. അതാണ് സത്യവും. സംവിധാനം ഇപ്പം നമ്മൾ ഒരു സിനിമ എടുക്കുന്നത് ഏറ്റവും നല്ലതായിട്ട് തന്നെ ആയിരിക്കും അവരത് എടുക്കുന്നത്, അവരുടെ അഭിപ്രായം. പക്ഷേ പ്രേക്ഷകൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ ഷോക്കിംഗ് ആയിട്ട് തോന്നാൻ്റെ കാര്യം വല്ലതും ഉണ്ട്. പ്രേക്ഷകർ ഇങ്ങനെ കാണണം, അല്ലെങ്കിൽ പ്രേക്ഷകർ ആ സിനിമ കണ്ടിട്ട് ഞാൻ വിചാരിച്ച പോലെ അതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാന ശൈലി ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ആ സിനിമ ഇഷ്ടപ്പെടും. ഒരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടം എന്ന രീതിയിൽ ചിലർക്ക് ആ പടം ഇഷ്ടപ്പെടും, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മുടെ ഭരതൻ്റെ സിനിമകൾ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു താഴ്വാരം. ഇത് റിവെഞ്ച് സ്റ്റോറിയാണ്, പക്ഷെ അത് പറഞ്ഞിരിക്കുന്ന രീതി ഭരതൻ്റെ സ്റ്റൈലാണ്. പക്ഷെ അതെടുത്ത രീതിയിലാണ് ആ സിനിമയെക്കുറിച്ച് ആൾക്കാർ ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നത്. താഴ്വാരം എന്ന ചിത്രം റിവെഞ്ച് സ്റ്റോറിയാണത്. അത് ഭരതൻ എടുത്ത രീതിയിലുണ്ടല്ലോ, അത് ആൾക്കാർക്ക് ദഹിക്കാവുന്ന രീതിയിലാണ്. ഭരതൻ ടച്ച് ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ഭരതൻ സിനിമയിൽ കിട്ടേണ്ടതും അല്ലെങ്കിൽ ഒരു റിവെഞ്ച് സിനിമയിൽ കിട്ടേണ്ടതും അല്ലെങ്കിൽ ഒരു മോഹൻലാൽ സിനിമയിൽ കിട്ടേണ്ടതെല്ലാം ആ സിനിമയിലുണ്ട്. പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു ആയിട്ടില്ല. ബോക്സ് ഓഫീസിലൊക്കെ ചലനം സൃഷ്ടിക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലും ഡൗട്ടാണ്. പക്ഷെ എല്ലാവർക്കും ആ താഴ്വാരം എന്ന സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഓഡിയൻസ് കാണണമെന്ന് ഭയങ്കര കൊതിയാണ്. ഈ സിനിമയിൽ എല്ലാ സിനിമയും ഓഡിയൻസ് കാണണമെന്നാണ് സംവിധായകർ കൊതിക്കുന്നത്. ഈ സിനിമ മാത്രം സ്പെഷ്യലായിട്ട് ഓഡിയൻസ് കണ്ടേ പറ്റുമെന്ന് അതൊരു വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഓഡിയൻസിന് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത്, അല്ലാതെ വേറെ വല്ലവർക്കും കുറച്ച് പേർക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇല്ല. ഒരുപാട് പേർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അല്ല, ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല സിനിമ എടുക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കുന്നത്. അതുകൊണ്ടിപ്പം ഒരു വാശി അല്ലെങ്കിൽ എല്ലാവരും കണ്ടേ പറ്റൂ, അത് നമ്മൾ സംവിധാനമല്ല തീരുമാനിക്കുന്നത്, പ്രേക്ഷകരാണ്. അവർക്ക് തോന്നുമെങ്കിൽ പോയി കാണും, ചിലപ്പം കാണത്തില്ല. ഇത് നാച്ചുറലി ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് മണി. അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട്. അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ബിലീവ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എല്ലാവരുടെയും മനസ്സുമടുത്തു. പ്രൊഡക്റ്റ് നല്ലതാണ്, അവരുടെ ടീമിന് ഉറപ്പാണ്. പക്ഷെ അത് പ്രേക്ഷകനത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? അത് എല്ലാ സിനിമകളും പ്രേക്ഷകർ ഒരുപോലെ സ്വീകരിച്ചായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് വലിയ സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് വലിയ സിനിമ നായകന്മാർ സംവിധായകർ എല്ലാം ഉണ്ടായേനെ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമ എടുക്കുമ്പോഴാണ് അത് ഒരുപാട് ആൾക്കാർ കാണുന്നതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ സാധ്യത വരുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു സംവിധായകൻ സിനിമ എടുക്കുന്നു, ഇഷ്ടപ്പെടുന്ന സംവിധാനമായാലും ഇഷ്ടപ്പെടുന്ന നായകനായാലും ഒരു സിനിമയായിട്ട് വരുമ്പോൾ അത് പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് കഷ്ടപ്പാട്, എല്ലാ സിനിമയ്ക്കും അത് കഷ്ടപ്പാട് കാണും. കഷ്ടപ്പാടുകൾ നോക്കി പ്രേക്ഷകർ സിനിമ കാണാൻ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒടിയനൊക്കെ ഭയങ്കര ഇട്ടായിരുന്നു. ഒടിയനകത്ത് ലാലേട്ടൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വണ്ണമൊക്കെ കുറച്ച് ആ ഒരു രീതിയിലൊക്കെ വന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സിനിമയും കൂടിയായിരുന്നു. എന്നിട്ട് ഒടിയൻ വലിയ ഹിറ്റായോ?
ഇല്ല. നമ്മൾ കഷ്ടപ്പാട് അത് ലാലേട്ടൻ ഫാൻസ് പോലും ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് പോലും ഒരു സിനിമയ്ക്ക് ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തില്ല. സിനിമ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയിൽ പ്രേക്ഷകർക്ക് ഒരു തൃപ്തി വരണം. അതാണ് തൃപ്തി എന്ന് പറയാം. നമ്മൾ കണ്ടിറങ്ങും, നമുക്കൊരു തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വലിയ കഷ്ടപ്പാടോ അല്ലെങ്കിൽ കുറഞ്ഞ കഷ്ടപ്പാടോ ഭയങ്കര കോടികളോ അല്ലെങ്കിൽ കുറഞ്ഞ കോടിയോ അങ്ങനെയൊന്നും പ്രേക്ഷകർ ചിന്തിക്കത്തില്ല. എക്സാമ്പിളാണ് നേര്. ഇപ്പം KGF രണ്ടും കോടികളുണ്ട്, മറ്റേ കുറഞ്ഞ കോടി അല്ലെങ്കിൽ ദൃശ്യം. അത് പ്രേക്ഷകർക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കണ്ടിറങ്ങുന്നവർക്കൊരു കൊള്ളാം എന്നൊരു ഫീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പടം കാണാൻ ആൾക്കാർ വരും. അതായത് നമ്മൾ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ട് ചിലപ്പം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധായക ആ ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയാണ് കുറച്ച് പേര് ചിലപ്പോൾ ഈ ഒരു പ്രസ് മീറ്റ് കൊണ്ട് കാണാൻ പോവായിരിക്കും. അല്ലാതെ ഒരുപാട് പേര് ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞുകൊണ്ട് ഈ സിനിമ പോയി കാണണം ഒന്നുമില്ല. നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകരും ഏത് പ്രേക്ഷകരും വന്ന് കാണും, വിജയിക്കും. പിന്നെ ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസർമാർക്ക്, ശരിയാണ്, പ്രൊഡ്യൂസർമാർക്ക് നല്ല ക്ഷീണം കാണും ഈ സിനിമ കൊണ്ട്. 60 കോടിക്ക് എന്നൊക്കെയാണ് പറയുന്നതിൻ്റെ ബഡ്ജറ്റ്. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് നസീർ സാറൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക ഈ ഒരു പ്രൊഡ്യൂസർക്ക്, അടുത്തൊരു പടം ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാം. ഇപ്പം നായകനായാലും സംവിധായകനും അങ്ങനെയൊക്കെ ചെയ്ത് പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്താൻ നോക്കണം. അല്ലാതെ ഈ ഒരു സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ടേ പറ്റുമെന്ന് പറയുന്നതൊക്കെ ശരിയായൊരു കാര്യമല്ല. സിനിമ കാണേണ്ടത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഇപ്പം പറഞ്ഞതിൻ്റെ കൂട്ട് അടുത്തൊരു പടം അവർക്ക് നല്ലൊരു പടം സംവിധായകൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക, അതല്ലേ വേണ്ടത്. നസീർ സാറൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാലേട്ടനായി പോലും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഈ സിനിമ നഷ്ടമാണെങ്കിൽ, അല്ലാതെ പ്രേക്ഷകരെ പിടിച്ച് പ്രേക്ഷകരുടെ തലയിൽ വെച്ച് കൊടുക്കരുത്. ഇത് കണ്ടിട്ട് ഒരു പ്രേക്ഷകർ കണ്ടിട്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ കൂടുതൽ പുഷ് ചെയ്ത് സിനിമ തിയേറ്ററിൽ ആൾക്കാരെ കയറ്റാൻ വരത്തില്ല. നല്ല പടമാണെങ്കിൽ ഏത് സമയത്ത് ഇറക്കിയാലും, ഏത് രാവിലെ റിലീസ് ചെയ്താലും രാത്രി റിലീസ് ചെയ്താലും സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവർ നല്ല പടമാണെങ്കിൽ വന്ന് കണ്ടുപോകും. അതിൽ ആരുടെയും ഒരു പ്രസ് മീറ്റ് പോലും വേണ്ടി വരത്തില്ല. ഓക്കെ.